ഹരി ഓം. തന്ന പ്രസീദ വ്രജിനാർദ്ദനതേംഗ്രിമൂലം പ്രാപ്താ വിസൃജ്യ വസതിസ്ത്വതുപാസനാശ ത്വൽസുന്ദരസ്മിതനിരീക്ഷണ തീവ്രകാമ തപ്താത്മനാം പുരുഷഭൂഷണ ദേഹിദാസ്യം. ഗോപികമാർ ഭഗവാനോട് പറയുന്നു, അങ്ങയുടെ ദാസ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 65. ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തി. വൃത്തം വസന്തതിലകം. ശ്ലോകം 1. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമഥ സാധയിതം പ്രവൃത്തഃ സാന്ദ്രേണ ചാന്ദ്രമഖസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. ഒരിക്കൽ കൂടി. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമഥ സാധയിതും പ്രവൃത്തഃ സാന്ദ്രേണ ചാന്ദ്രമഖസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. ഭാഗവതം ദശമസ്കന്ധം അധ്യായം 29 16 ശ്ലോകങ്ങളെ ഇവിടെ ഉപന്യസിക്കുന്നു. ഗോപീജനായ, ഗോപീജനങ്ങൾക്ക്, ഗോപസ്ത്രീകൾക്ക്, കഥനം ചെയ്ത, പറയപ്പെട്ട, നിയമാവസാനേ, നിയമത്തിന്റെ അവസാനത്തിൽ, വ്രതത്തിന്റെ അവസാനത്തിൽ, മാരോത്സവം ത്വം, കാമദേവന്റെ ഉത്സവത്തെ, രാസക്രീഡയെ അങ്ങ് സാധയിത്തും, സാധിപ്പിക്കാനായി, നിറവേറ്റാനായി, പ്രവർത്തനായി ഒരുങ്ങിയിട്ട്, സാന്ദ്രേണ, സാന്ദ്രമായ, ചാന്ദ്രമഹസ, ചന്ദ്രന്റെ മഹസ്, നിലാവുകൊണ്ട്, ശിശിരീകൃതാശേ, ആശകളെ, ദിക്കുകളെ എല്ലാം കുളിരു നിറഞ്ഞതാക്കി, പ്രാപൂരയോ മുരളികാം, മുരളി കൊണ്ട് മനോഹരമായി പൂരിതമാക്കി, മുരളി ഊതി, ഓടൽക്കുഴൽ വിളിച്ചു. യമുനാവനാന്തേ, യമുന നദീ തീരത്ത് ഉള്ള വനത്തിനുള്ളിൽ. ശ്ലോകാർത്ഥം. പിന്നെ കാർത്യായനി വ്രതാവസാനത്തിൽ ഗോപീജനങ്ങളോട് വാക്കുകൊടുത്ത ആ മാരോത്സവത്തെ സാധിപ്പിക്കുന്നതിന് ഒരുങ്ങി ശ്രീകൃഷ്ണൻ സാന്ദ്രമായ നിലാവ് പരന്ന കുളിർമ വഴിയുന്ന ആ യമുനാ തീര വനപ്രാന്തത്തിൽ വേണുനാദമുതിർത്തു. ദശകം 60 ശ്ലോകം 9. ഗോപീജനങ്ങളുടെ അഭിലാഷം യമുനാ പുളിനത്തിലെ പൂനിലാവ് ഉതിർത്ത രാത്രികൾ കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഗോവർദ്ധനോദ്ധാരണത്താലും ഗോപ സമൂഹത്തിന്റെ വൈകുണ്ഠ ദർശനത്താലും ഭഗവാൻ അനവാഭ്യമായ പ്രഭാവം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ യമുനാ പുളിനത്തിൽ എങ്ങും നിലാവുദിച്ച് ചന്ദ്രികയിൽ മുങ്ങിത്തോർത്തി പ്രകൃതി മതാലസയായി നിൽക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അലൗകികമായ മുരളീനാദം കൊണ്ട് ദിക്കുകളെ ആകെ പൂരിതമാക്കുന്നു. ഈ മാരോത്സവം സാധാരണമോ ലൗകികമോ അല്ല എന്ന് പ്രകൃതിയുടെ അവാച്യത വെളിപ്പെടുത്തുന്നു. ഭഗവാന്റെ സാന്ദ്രാനന്ദാവബോധത്തിന്റെ പ്രകടിതമായ പ്രഭാവം മാത്രം ഇത് ബ്രഹ്മമയമാകുന്നു. ശ്ലോകം 2. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യക തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. ഒരിക്കൽ കൂടി.
സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിः സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യക തത്താദൃശം കമപി ചിത്തവിമോഹമാപുകു. സമ്മൂർച്ഛനാഭിർ സമ്മൂർച്ഛനങ്ങളെ കൊണ്ട് ആരോഹാവരോഹവേദത്താൽ ഉയർത്തലുകളാലും താഴ്ത്തലുകളാലും ഉദിതമായ ഉദിർത്തതായ സ്വരമണ്ഡലാഭിഹി ഷഡ്ജാതി സപ്ത സ്വരങ്ങളെ വിന്യസിപ്പിച്ച് സമ്മൂർച്ഛയന്തം സമ്മോഹിപ്പിക്കുന്നതായ അഖിലം ഭുവനാന്തരാളം ഭൂമണ്ഡലത്തെ ആകെ ത്വത് വേണുനാഥം അങ്ങയുടെ വേണുനാഥത്തെ ഉപകർണ്യ ശ്രവിച്ചിട്ട് മനസ്സു നിറയെ കേട്ടിട്ട് വിഭോ വിഭുവായ ഹേ ഗുരുവായൂരപ്പ തരുണിമാർ ഗോപികമാർ തത്താദൃശം അതിന് തുല്യമായി കം അഭി ഏതോ ഒരു ചിത്തവിമോഹം അവാച്യമായ മാനസ വിഭ്രാന്തിയെ ആഭൂ പ്രാപിച്ചു. ശ്ലോകാർത്ഥം. ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, ഷഡ്ജാതി സപ്തസ്വരങ്ങളെ കൊണ്ടും ആരോഹാവരോഹങ്ങളാലും ഭുവനാന്തരങ്ങളിലെ സകലതിനെയും മോഹിപ്പിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഉദിതമായ വേണുനാദം ശ്രവിച്ചിട്ട് ഗോപതരുണിമാർ എതിരില്ലാത്ത അവാച്യമായ മാനസിക വിഭ്രാന്തിയെ പ്രാപിച്ചു. സ്വരമണ്ഡലങ്ങൾ സപ്തസ്വരങ്ങളാകുന്നു. ഇവ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം എന്നിവയാണ്. ഇവയെ യഥാക്രമം സരിഗമ പതനി എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ സപ്തസ്വരങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളാണ് ശ്രീകൃഷ്ണൻ മുരളിയിലൂടെ നാദബ്രഹ്മമായി ഉദിതമാക്കിയത്. ഈ മുരളീരവത്താൽ പ്രപഞ്ചമാകെയും ഭുവനാന്തരങ്ങളിലെ സകല ചരാചരങ്ങളും ആനന്ദമൂർച്ചയിൽ ആറാടി. ആ ഗോപ തരുണിമാർ ഈ മുരളീനാദം ശ്രവിച്ച് അവാച്യമായ ചിത്തവിമോഹത്തിൽ അലിഞ്ഞു ചേർന്നു. ശ്ലോകം 3. താഗേകകൃത്യ നിരതാസ്തനയ പ്രസക്താക കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷക സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത. ഒരിക്കൽ കൂടി. താഗേകകൃത്യ നിരതാസ്തനയ പ്രസക്താക കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷക സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത. താ അവർ ആ ഗോപശ്രീകൾ ഗേഹകൃത്യനിരത ഗേഹകർത്തവ്യങ്ങളിൽ ഗൃഹകർത്തവ്യങ്ങളിൽ മുഴകിയവരും തനയപ്രസക്ത തനയരിൽ മക്കളിൽ മനസ്സ് പറ്റിച്ചേർന്നവരും കാന്ത ഉപസേവന പരാച്ഛ കാന്തോപസേവന പരാശ്ച കാന്തന്മാരെ പതിമാരെ സേവിക്കുന്നതിൽ അതീവ തൽപരരായിട്ടുപോലും സരോരുഹാക്ഷ്യ ആ താമരാക്ഷികൾ ആ ഗോപസുന്ദരിമാർ സർവം വിസൃജ്യ സർവവും ഉപേക്ഷിച്ചിട്ട് മുരളീരവ മോഹിതാസ്തേ കണ്ണന്റെ മുരളീരവത്താൽ മോഹിതരായി വിവശരായി കാന്താരദേശം വനപ്രദേശത്ത് യമുനാ നദിയുടെ തീരത്തുള്ള കനനാന്തരത്ത് ഐ കാന്തതനോ അല്ലയോ മോഹനാംഗനായ ശ്രീകൃഷ്ണ സമേധ ഒത്തുചേർന്നു. ശ്ലോകാർത്ഥം. സുന്ദരിമാരായ ആ തരുണിമാർ വീട്ടുകാര്യങ്ങളിൽ ഏർപ്പെട്ടവരും കുട്ടികളെ പരിചരിക്കുന്നവരും ഭർത്തൃശുശ്രൂഷയിൽ തന്നെ തൽപരരായിട്ടുപോലും
ഹേ മോഹനാംഗ ശ്രീകൃഷ്ണ, അവിടത്തെ വേണുനാദത്താൽ മോഹപരവശരായി എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ആ കാന്താരത്തിൽ ഒത്തുചേർന്നു, ആ വനപ്രദേശത്ത് ഒത്തുചേർന്നു. ലൗകിക ജീവിതത്തിന്റെ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനസ്സ് ഭഗവാനിൽ ആസക്തമാകുന്നു. ഭഗവാന്റെ അലൗകികമായ മാസ്മരികമായ ബ്രഹ്മരന്ധ്രത്തിലൂടെ പ്രവഹിച്ച വേണുനാഥമാണ് അവരുടെ മനസ്സിലെ ബന്ധനങ്ങളെ വിച്ഛേദിച്ചത്. പിന്നെ ആത്മീയ ബോധത്തിലേക്കും പരമാനന്ദ ചിദാനന്ദത്തിലേക്കും അവരെ നയിച്ചു. ശ്ലോകം 4. കാശ്ചിത് നിജാംഗപരിഭൂഷണമാദധാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാഃ ത്വാമാഗതാ നനു തഥൈവ വിഭൂഷിതാഭ്യഃ താ ഏവ സംരുരുചിരേ തവ ലോചനായ. ഒരിക്കൽ കൂടി. കാശ്ചിത് നിജാംഗപരിഭൂഷണമാദധാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാഃ ത്വാമാഗതാ നനു തഥൈവ വിഭൂഷിതാഭ്യഃ താ ഏവ സംരുരുചിരേ തവ ലോചനായ. കാശ്ചിത് ചില ഗോപസ്ത്രീകൾ, നിജാംഗ തങ്ങളുടെ അംഗങ്ങളിൽ അവയവങ്ങളിൽ, പരിഭൂഷണം അണിയാനുള്ള ആഭരണങ്ങൾ, ആദധാന എടുത്തു ധരിച്ചു, വേണുപ്രണാദം മുരളീരവം ഉപകർണ്യ ശ്രവിച്ചിട്ട്, കൃത അർദ്ധഭൂഷ പകുതി മാത്രം ആഭരണങ്ങൾ അണിഞ്ഞും, ത്വാം ആഗതാ നനു അങ്ങയുടെ സമീപത്തിൽ എത്തിച്ചേർന്നുവല്ലോ, തഥാ ഏവ അതുപോലെ തന്നെ, വിഭൂഷിതാഭ്യഃ അലങ്കാരങ്ങളെല്ലാം അണിഞ്ഞവരെക്കാൾ, താ ഏവ അവരെ തന്നെ, ആ അർദ്ധാഭരണഭൂഷിതരായവരെ, സംരുചിരേ കൂടുതൽ രുചിക്കുന്നവരായി, പ്രിയമുള്ളവരായി, തവ ലോചനായ അങ്ങയുടെ ലോചനങ്ങൾക്ക്, നേത്രങ്ങൾക്ക്. ശ്ലോകാർത്ഥം. ഓടക്കുഴലിന്റെ ഉയർന്ന നാദം കേട്ടിട്ട് ചില ഗോപിമാർ അംഗങ്ങളിൽ ആഭരണങ്ങൾ അണിഞ്ഞും, ചില ഗോപിമാർ ചിലത് മാത്രമണിഞ്ഞും അലങ്കാര ഭ്രംശിതരായി ശ്രീകൃഷ്ണന് അടുത്ത് എത്തിച്ചേർന്നുവല്ലോ. എന്നാൽ അങ്ങയുടെ കണ്ണിന് ആകട്ടെ സർവാഭരണഭൂഷിതരേക്കാൾ അർദ്ധവിഭൂഷിതരെയാണ് കൂടുതൽ ഇഷ്ടമായി തോന്നിയത്. ഉപാസകരും ഭഗവാനുമായി ഉണ്ടാകേണ്ട താതാത്മ്യം വളരെ പ്രധാനമാണ്. മോഹാഭിഷ്ടത്തിനായി കർമ്മം ചെയ്യുന്നവരെക്കാൾ ഭക്തോത്തമന്മാരായ സജ്ജനങ്ങളെയാണ് ഭഗവാന് ഏറെ പ്രിയമാകുന്നത്. അതിനാൽ നിഷ്കാമമായ കർമ്മം ആചരിക്കുക, ഭഗവാനിൽ മാത്രം ആസക്തരായിരിക്കുക. ശ്ലോകം 5. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുക്തമുഖീ വിശേഷാദ്. ഒരിക്കൽ കൂടി. ഹാരം നിദംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാദ്. ഹാരം നിദംബഭുവി അരക്കെട്ടിൽ ഹാരവും മുത്തുമാലയും, കാചന മറ്റൊരുവൾ, ധാരയന്തി ധരിക്കുന്നു, കാഞ്ചിം ച കണ്ഠഭുവി അരഞ്ഞാണത്തെ കഴുത്തിലും. ദേവ ഹേ ഭഗവാനേ, സമാഗതാത്വാം അങ്ങയെ പ്രാപിച്ചവളായ, ഹാരിത്വം മനോഹാരിത, ആത്മജഗനസ്യ തന്റെ ജഗനത്തിന്, അരയുടെ മുൻഭാഗത്തിന്. ദശകം 6 ശ്ലോകം 2 ശ്രദ്ധിക്കുക. മുകുന്ദ
ഹേ മുകുന്ദ മുക്തിപ്രദ തുഭ്യം അങ്ങേക്കായി വ്യക്തം ബഭാഷ ഇവ വ്യക്തമായി പറയുന്നു എന്ന് തോന്നും പോലെ മുക്തമുഖി മനോഹരമായ മുഖമുള്ള ആ സുന്ദരി വിശേഷാത് വിശേഷമായി. ശ്ലോകാർത്ഥം. ഹേ ദേവ, മുക്തിദായകനായ ശ്രീ മുകുന്ദ, ഒരു ഗോപതരുണി കഴുത്തിലണിയുന്ന മുത്തുമാല നിതംബത്തിലും അരയിൽ അണിയുന്ന അരഞ്ഞാണം കഴുത്തിലും ധരിച്ച് അങ്ങയുടെ സമീപമെത്തി. ആ സുന്ദരി തൻ്റെ ജഗനത്തിന് അരക്കെട്ടിന് സവിശേഷമായ ഹാരിത്വം ഉണ്ട് എന്ന് അങ്ങയോട് വ്യക്തമാക്കുന്നുവോ എന്ന് തോന്നും വണ്ണമായിരുന്നു അവളുടെ സവിശേഷ ആഗമനം. വ്രജത്തിലുള്ള ഗോപികൾ അനേകവിധക്കാരാണത്രേ. രാധ മുതലായവർ ശ്രീകൃഷ്ണനോടൊത്ത് അവതരിച്ച ദേവസ്ത്രീകളാകുന്നു. അവർ നിത്യസിദ്ധകളാണത്രേ. മറ്റു ചിലർ സാധന സിദ്ധരും. ജന്മജന്മാന്തരങ്ങളിൽ ഭഗവാനെ ആരാധിച്ച് പുണ്യകർമ്മം അനുഭവിക്കാൻ, ഭഗവാനോടൊത്ത് രമിക്കാൻ അവകാശപ്പെട്ടവർ. പണ്ട് ദണ്ഡകാരണ്യത്തിൽ വസിച്ചിരുന്ന മുനിമാർ ശ്രീരാമചന്ദ്രനെ ദർശിച്ചപ്പോൾ ഈ മനോഹര സ്വരൂപത്തെ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതിനാൽ അവർ ഗോകുലത്തിൽ ജനിച്ചുവത്രേ. ചില ഗോപികൾ ശ്രുതി ദേവതകളും ആണത്രേ. ഭഗവാന്റെ ബ്രഹ്മാനന്ദ പ്രവാഹമായ വേണുനാഥം വ്യാപരിച്ചപ്പോൾ ചില ഗോപസ്ത്രീകൾ സ്നാനം ചെയ്യുകയായിരുന്നു, ചിലർ അലങ്കാരങ്ങൾ ഇടുകയായിരുന്നു, ചിലർ ഭർത്തൃപുത്ര പരിചരണത്തിലായിരുന്നു, വേറെ ചിലർ പാചകവൃത്തിയിലായിരുന്നു. ആ മാസ്മരിക ഗാനാരവത്താൽ മോഹിതരായി അവർ സ്വവൃത്തികളെ വെടിഞ്ഞ് ഭഗവാനിൽ ലീനരായി. ചിലർ സ്മരണ നഷ്ടപ്പെട്ട് അരഞ്ഞാണം കണ്ടത്തിലും കണ്ഠാഭരണങ്ങൾ അരയിലും ധരിച്ചു. പാതിവസ്ത്രമുടുത്തും ചിലർ ഭഗവത് സന്നിധിയിൽ പാഞ്ഞെത്തി. പൂർണാലങ്കാരരായ ഗോപികളെക്കാൾ വസ്ത്രധാരണം പോലും വിസ്മരിച്ചെത്തിയ ഗോപികളുടെ പരമാത്മസമർപ്പണമാണ് ഭഗവാനിൽ കൂടുതൽ സന്തുഷ്ടി ഉണ്ടാക്കിയത്. ആ മുഖവും വേഷവും ഭാവവും ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടു. ശ്ലോകം 6. കാചിത് കുജേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹദ പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാദിഭാര രാജ്യാഭിഷേകവിധയേ കലശീധരേവ. ഒരിക്കൽ കൂടി. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹദ പരവധൂഭിരലക്ഷ്യമാണ ത്വാമായയൗ നിരുപമ പ്രണയാദിഭാര രാജ്യാഭിഷേകവിധയേ കലശീധരേവ. കാചിത് മറ്റൊരുവൾ, കുചേ കുജകുംഭത്തിൽ സ്തനങ്ങളിൽ, പുനർ പിന്നെ, അസഞ്ചിത കഞ്ചുളീക കഞ്ചുളീകം സഞ്ചഭാക്കാതെ മുലപ്പടം ധരിക്കാതെ, വ്യാമോഹത വ്യാമോഹം മൂലം വിവശത മൂലം, പരവധൂഭിർ അപരരായ വധുക്കൾ മറ്റു സ്ത്രീകൾ, അലക്ഷ്യമാണ് ലക്ഷ്യമില്ലാത്തവരായി കാണപ്പെടാത്തവളായി, ത്വാം ആയയോ അങ്ങയെ ഭഗവാനെ പ്രാപിച്ചു, നിരുപമ ഉപമിക്കാൻ കഴിയാത്ത തുല്യതയില്ലാത്ത, പ്രണയാധിഭാര പ്രണയത്തിന്റെ അധിഭാരം കൊണ്ട്, രാജ്യാഭിഷേക വിധയെ രാജ്യത്തിൽ അഭിഷേകം ചെയ്യാൻ, കലശീധര ഇവ കലശകുംഭങ്ങളെ ധരിച്ചിരിക്കുന്നുവോ എന്ന് തോന്നും പോലെ. ശ്ലോകാർത്ഥം. പിന്നെ ഒരു ഗോപതരുണിയാകട്ടെ അന്താളിച്ച് സസംഭ്രമയായി മുലത്തടത്തിൽ മുലക്കച്ച കെട്ടാൻ പോലും വിസ്മരിച്ചും ആ വേണുനിനാദത്തിന്റെ മാസ്മരികതയിൽ വിലയിതരായ മറ്റു തരുണികൾ ഇതൊന്നും അറിഞ്ഞതേയില്ല. നിരുപമ പ്രണയ സാമ്രാജ്യത്തിൽ അങ്ങയുടെ രാജ്യാഭിഷേക കർമ്മം നടത്തുവാൻ കലശകുംഭങ്ങളെ വഹിക്കുന്നവളെന്ന പോലെയാണ് അവൾ
കുജകുംഭങ്ങളെ ധരിച്ചെത്തിയത്. സപ്ത സ്വരങ്ങളുടെ അതിമനോഹരമായ വേണുഗാനം ഭക്തഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നതും ജാഗ്രത് നിദ്ര സ്വപ്നാവസ്ഥകൾക്കുമപ്പുറം തുലിയാവസ്ഥയിലേക്ക് മനസ്സിനെ നയിക്കുന്നതുമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭക്തന്റെ ആത്മവിസ്മൃതി. ശ്ലോകം 7. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യക ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരജിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനുധന്യധന്യാഃ. ഒരിക്കൽ കൂടി. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യക ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരജിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനുധന്യധന്യാഃ. കാശ്ചിത് ചില ഗോപിമാർ ഗൃഹാത് ഗൃഹങ്ങളിൽ നിന്ന് ഭവനങ്ങളിൽ നിന്ന് കില നിരേതും നിർഗമിക്കുന്നതിന് അഭാരയന്ത്യഃ കഴിയാത്തവരായി പോലും ത്വാം ഏവ ദേവ ഹേ ഭഗവാനെ അങ്ങയെ തന്നെ ഹൃദയേ ഹൃദയത്തിൽ ചിത്തത്തിൽ സുദൃഢം വിഭാവ്യ സുദൃഢമായി ഭാവന ചെയ്ത് അചഞ്ചലമായി ധ്യാനിച്ച് ദേഹം വിദൂയ ശരീരം ഉപേക്ഷിച്ചു ദേഹത്തെ ഉപേക്ഷിച്ച് ആത്മാവിനെ ദേവനിൽ അർപ്പിച്ചു പരജിത് സുഖരൂപം ഏകം ജ്ഞാനാനന്ദ സ്വരൂപനും അദ്വിതീയനുമായ ത്വാം ആവിശൻ അങ്ങയെ ലയിച്ചു പരം പരനായും ഇമ നനു ധന്യധന്യഃ ഇവർ അത്യന്തം ഭാഗ്യശാലികൾ അത്രേ. ശ്ലോകാർത്ഥം. ചില ഗോപികളാകട്ടെ വീട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തവരായി എങ്കിലും അവർ ഭഗവാനെ ഹൃദയത്തിൽ ദൃഢമായി ധ്യാനിച്ച് ശരീരം ഉപേക്ഷിച്ച് ജ്ഞാനസ്വരൂപനും ഏകനും പരനും ആയ മുകുന്ദനിൽ വിലയം പ്രാപിച്ച് കൈവല്യം നേടി. ഇവരല്ലേ അത്യന്തം ഭാഗ്യശാലികൾ. നമുക്ക് ക്ഷേത്രങ്ങളിലോ പുണ്യസ്ഥലങ്ങളിലോ ഒന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഭഗവാനിൽ സുദൃഢമായ ഭക്തിയും അർപ്പണവും കൊണ്ട് ധ്യാനനിരതരായിരിക്കാം. സായുജ്യം സ്വാഭാവികമായി തന്നെ വന്നുചേരും. ശ്ലോകം 8. ജാരാത്മനാന പരമാത്മദയാ സ്മരന്ത്യോ നാര്യോ ഗതാപരമകം സഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചേത് ചിത്തേ വകൻ അമൃതമശ്രമമശ്നുവീയ. ഒരിക്കൽ കൂടി. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാ പരമകം സഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചേത് ചിത്തേ വകൻ അമൃതമശ്രമമശ്നുവീയ. ഝാരാത്മന ഝാരൻ എന്ന ഭാവത്തിൽ ന പരമാത്മതയാ പരമാത്മാവ് എന്ന നിലയിലല്ലാതെ സ്മരന്ത്യോ അങ്ങയെ ഭഗവാനെ സ്മരിച്ചിട്ട് നാര്യോ സ്ത്രീകൾ അഗോപസ്ത്രീകൾ ഗതാ പ്രാപിച്ചവരായി പരമഹംസഗതിം പരമഹംസന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഗതിയെ മോക്ഷത്തെ ക്ഷണേന വേഗത്തിൽ തം അങ്ങനെയുള്ള ത്വാം പ്രകാശ പരമാത്മതനും തെളിഞ്ഞ പരമാത്മ സ്വരൂപത്തോടുകൂടിയ കഥംചിത് ഏതു വിധേനയും ചിത്തേ ചിത്തത്തിൽ വഹൻ വഹിച്ചുകൊണ്ട് അമൃതം അമൃതത്തെ മോക്ഷത്തെ അശ്രമം ശ്രമം കൂടാതെ അനാസമമായി അശ്നുവീയ പ്രാപിക്കുമാറാകട്ടെ. ശ്ലോകാർത്ഥം. ആ സ്ത്രീകൾ ശ്രീകൃഷ്ണൻ പരമാത്മാവാണ് എന്ന സങ്കല്പത്തിലല്ലാതെ ഒരു ജാരൻ എന്ന ഭാവത്തിൽ അങ്ങയെ സ്മരിക്കുന്നവരായി
ക്ഷണനേരം കൊണ്ട് പരമഹംസന്മാർക്ക് ലഭിക്കുന്ന മോക്ഷത്തെ പ്രാപിച്ചു. തെളിഞ്ഞ പരമാത്മസ്വരൂപത്തോടുകൂടിയ അങ്ങയെ ഏതു പ്രകാരത്തിലെങ്കിലും മനസ്സിൽ ധരിച്ച് ഒരു പ്രയാസവും കൂടാതെ അമൃതത്വത്തെ പ്രാപിക്കാറാകട്ടെ. ഭഗവാൻ സകല ചരാചരങ്ങളിലും ആത്മാരാമനായിരിക്കുന്നു. ഭഗവാൻ ഗോപികളുടെ ഹൃദയ ഗുഹയിലും ജ്ഞാതരൂപനായി ഭവിക്കയാൽ ഭർത്തൃരൂപത്തിലും പുത്രരൂപത്തിലുമെല്ലാം ഭഗവാൻ തന്നെ പ്രശോഭിച്ചു. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് ഭഗവത് വചനം. ബാഹ്യമായ സർവവും ഉപേക്ഷിച്ച് ഭഗവാനെ പരമാത്മാവായി മനസ്സിൽ പ്രതിഷ്ഠിച്ചതോടെ ഭഗവാൻ അവർക്ക് പരപുരുഷനല്ലാതായി തീർന്നു. സ്വ ആത്മാവിൽ ബ്രഹ്മരസം നിറഞ്ഞു. പരമഭക്തകളായ ആ വ്രജാംഗനകൾ ഭഗവാന്റെ ബ്രഹ്മാനന്ദ സാന്ദ്രനാദത്തിൽ മുഴുകി ഭഗവാനിൽ തന്നെ രമിച്ച് പരമാനന്ദ സ്വരൂപം നുകർന്നു. പരമഹംസന്മാർക്ക് മാത്രം പ്രാപ്യമായ നിർവൃതിയിൽ അവർ ലയിച്ചു. അവർക്ക് മോക്ഷാമൃതം ഒരുവിധ ശ്രമവും കൂടാതെ അനുഭവവേദ്യമായി. അതിനാൽ ഭഗവാനെ ശരണം പ്രാപിക്കൂ. വികാരവിക്ഷോഭമില്ലാതെ സന്തോഷിക്കൂ. ഒരിക്കലും ദുഃഖിക്കരുത്. ശ്ലോകം 9. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിः മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശരോഗാൻ. ഒരിക്കൽ കൂടി. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിः മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അഭ്യാഗതാഭിർ ആഗതാഭിർ വന്നു ചേർന്നവരായ, അഭിതോ ചുറ്റിലുമായി, വ്രജസുന്ദരീഭിർ ആ ഗോപ സുന്ദരിമാരാൽ, മുക്തസ്മിത മനോഹര മന്ദഹാസത്താൽ, ആർദ്രവദന ആർദ്രമായ വദനത്തോടെ, കരുണാവലോകി കരുണയോടുകൂടി അവലോകനം ചെയ്യുന്നവനും കരുണാകടാക്ഷം പൊഴിക്കുന്നവനും, നിസ്സീമകാന്തി ജലധി നിസ്സീമമായ അതിരില്ലാത്ത കാന്തിയുടെ സാഗരവുമായ ത്വം അങ്ങ് ശ്രീകൃഷ്ണൻ അവേക്ഷ്യമാണോ നോക്കപ്പെടുമ്പോൾ, വിശ്വൈകഹൃദ്യ വിശ്വത്തിനാകെ ഹൃദ്യനായ, ഹര ഹരിക്കേണമേ നശിപ്പിക്കണമേ, മേ പവനേശ രോഗാൻ എന്റെ രോഗങ്ങളെ ഹേ ശ്രീ ഗുരുവായൂരപ്പ. ശ്ലോകാർത്ഥം. ചുറ്റും വന്നു ചേർന്ന അമ്പാടിയിലെ സുന്ദരിമാരാൽ വീക്ഷിക്കപ്പെടുന്നവനും സുന്ദര മന്ദഹാസം കൊണ്ട് ആർദ്രമായ മുഖമുള്ളവനും കരുണാകടാക്ഷം പൊഴിക്കുന്നവനും അതിരറ്റ കാന്തിസാഗരവുമായ വിശ്വത്തിനാകെ ഹൃദ്യനുമായ ശ്രീ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ അങ്ങ് എന്റെ രോഗങ്ങളെ തീർത്തരുളേണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.